Krishna Krishna Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Krishna. നമ്മുടെ പൈതൃക യാത്ര ഇപ്പം സേവനത്തിൽ എത്തിച്ചേർന്നത് ഉച്ചത്തെ പ്രസാദമുണ്ട് ഇസ്കോൺ ടെമ്പിളിൻ്റെ പ്രസിഡൻ്റാണ് നന്ദപുത്രപ്രഭു. അദ്ദേഹം ആക്ച്വലി മലയാളിയാണ്. നമുക്ക് ഗുരുവായൂർ ഒരുപാട് സേവ ചെയ്തിട്ടുള്ളതാണ് അവിടെ. ഇപ്പോൾ ഇവിടുത്തെ ചാർജാണ്. അപ്പോൾ നമുക്ക് ഈ പ്രസാദം വളരെ ടേസ്റ്റോട് കൂടിയിട്ടുള്ള പ്രസാദമാണ്. കുറേ കഥകൾ പറയുന്നു. ഒന്ന് ആചരിക്കാം. എന്തായാലും Krishna Krishna Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama ഞാൻ വീഡിയോ എടുക്കുക. പൈതൃകം കാണണ്ടോ? നിങ്ങളൊക്കെ തല ഇങ്ങനെ പിടിച്ചെങ്ങനെ പൈതൃകം കാണുക? പ്രത്യേകതയുള്ള ആന, പ്രത്യേക മുടിയുള്ള ആനയെ കാണാൻ ഇടയുണ്ടായി. ഇങ്ങനെ പലവിധ അനുഭവങ്ങളാൽ മനസ്സിനും ശരീരത്തിനും കൂടുതലും ആരോഗ്യവും നൽകിയ ഒരു യാത്രയായിരുന്നു. മാത്രമല്ല നമുക്ക് ആഹാരം നൽകിയത് ഇരു സ്ഥലത്തും ആഹാരം കിട്ടിയത് ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ വകയായുള്ള ആഹാരമാണെന്നാണ് അറിയുന്നത്. എന്തുതന്നെയായാലും നമുക്ക് സാധാരണ ആഹാരം തരുമ്പോൾ അവർ നമ്മൾ കഴിക്കണമെന്ന് അല്ലെങ്കിൽ ആ ഒരു നല്ല രീതിയിൽ തന്നാൽ മാത്രമേ നമുക്ക് മനസ്സിനും ശരീരത്തിനും ആരോഗ്യം കിട്ടുകയുള്ളൂ. ഹരേകൃഷ്ണ പ്രസ്ഥാനം തന്ന ആഹാരം മനസ്സിനും ശരീരത്തിനും ആരോഗ്യം ലഭിക്കണമെന്ന ആരോഗ്യത്തോടുകൂടി തന്ന ആഹാരം എന്തുകൊണ്ടും തൃപ്തികരം എന്ന് മാത്രമല്ല അതീവ തൃപ്തികരമായിരുന്നു. ഞാൻ ആഹാരം നൽകിയവരോട് എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നതോടൊപ്പം ഈ പൈതൃകാന്വേഷണ യാത്ര എന്തുകൊണ്ടും സഫലീകൃതമായ യാത്രയായിരുന്നു എന്ന് അറിയിച്ചു. ഹരേ കൃഷ്ണ. പൈതൃക ഗുരുവായൂരിൻ്റെ ആത്മീയ യാത്രയിലേക്ക് നമ്മൾ ഒന്നാമത് ലാസ്റ്റ് ഡേയാണ്. ഇതുവരെ കണ്ട അമ്പലങ്ങളെല്ലാം വളരെ നമ്മളിതുവരെ കാണാത്ത അമ്പലങ്ങളുണ്ടായിരുന്നു. ചിദംബരം തഞ്ചാവൂരെ കണ്ടിട്ടുള്ളതാണ്, പക്ഷേ ശ്രീരംഗം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ടെമ്പിൾ അങ്ങനെയുള്ള പല ടെമ്പിളുകളും ഒരു 10-15 അമ്പലങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് നല്ലൊരു അനുഭവമായിരുന്നു. ഇനിയും നമ്മൾ ഇന്നത് ലാസ്റ്റ് ഡേ ആണ്. ലാസ്റ്റ് ഡേയിൽ എത്രയുണ്ടെന്ന് നമുക്കറിയില്ല. നടന്നതെല്ലാം വളരെ നന്നായിരുന്നു. ഓർഗനൈസ് ചെയ്ത് വളരെ നന്നായിരുന്നു. തുടക്കം മുതലേ ഇതുവരെ. അതുപോലെ ഭക്ഷണം വളരെ നന്നായിരുന്നു. സാറുമാരുടെ ഭക്ഷണം നല്ല അരി, അതുപോലെ തന്നെ നല്ല കറികൾ, വളരെ നമുക്ക് പായസം, നല്ല എല്ലാം കൂടെ എല്ലാം വിഭവസമൃദ്ധമായ കഥ കേട്ടിട്ടുള്ള
വിവരിച്ച് Hare Ram 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 Hare Krishna 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 Hare 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 Ram Ram കൃഷ്ണ Hare Krishna 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 ആധ്യാത്മിക യാത്ര യാത്ര Hare Ram സമിതിയെല്ലാം പറഞ്ഞു ഭക്ഷണമൊക്കെ നല്ല അടിപൊളിയായിരുന്നു രാവിലത്തെ 3 നേരം ഭക്ഷണമൊക്കെ ആയിരുന്നു യാത്ര സുഖമായി ചൂടുണ്ടായിരുന്നു മാത്രം നല്ല യാത്ര ഓക്കെ വളരെ സന്തോഷം പൈതൃകം ഗ്രൂപ്പിൻ്റെ ഭാഗമായി പോയ ആധ്യാത്മിക യാത്രയിൽ കണ്ട ക്ഷേത്രങ്ങളെല്ലാം നല്ല ക്ഷേത്രങ്ങളായിരുന്നു. കുഴപ്പമില്ല, എല്ലാം നന്നായിട്ട് ഞങ്ങൾ തൊഴുതു. ആ ബൃഹദ്രേശം മാത്രം നല്ല തിരക്കുണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം തിരക്കൊന്നുണ്ടായിരുന്നില്ല. നന്നായി തൊഴുതു പ്രാർത്ഥിച്ചു പോകുന്നു. എല്ലാ യാത്രയ്ക്കും സുഖമായിരുന്നു. നന്ദി, നമസ്കാരം. ഗുരുവായൂരിൻ്റെ ആധ്യാത്മിക യാത്ര ഞാൻ ആദ്യമായിട്ടാണ് ഇത് അറ്റൻഡ് ചെയ്യുന്നത്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇനിയും സമയം കിട്ടുകയാണെങ്കിൽ, എനിക്ക് സൗകര്യം കിട്ടുകയാണെങ്കിൽ ഞാൻ പോരാൻ തയ്യാറാണ്. വരാം. ശ്രീരംഗത്താണ് ആദ്യം എത്തിച്ചേർന്നത്. അവിടെ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു. ആ ഗുരു പറഞ്ഞ പ്രകാരം എല്ലാ പരങ്ങളുടെയും ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് ഞങ്ങൾക്ക് വളരെയധികം ഉപകാരം ചെയ്തു. എല്ലാ ക്ഷേത്രങ്ങളും ഞങ്ങൾക്ക് നന്നായി ദർശനം നടത്താൻ പറ്റി. വളരെയധികം സന്തോഷം. ഓക്കെ. ഗുരുവായൂർ ആധ്യാത്മികമായിട്ട് പങ്കെടുത്ത് വളരെ സന്തോഷമായിരുന്നു. വിചാരിക്കാത്ത ചില സംഗതികളെല്ലാം കണ്ടു കിട്ടി. വളരെ സന്തോഷം. നിങ്ങൾക്കൂടി നന്ദി പറയുന്നു. സ്വാമിയുടെ പ്രഭാഷണം അതാ പറഞ്ഞതല്ല. അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ഒരേ അമ്പലത്തിൽ ചെല്ലുമ്പോഴും നന്നായി മനസ്സിലായി എല്ലാ കാര്യങ്ങളും. നല്ലതായിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ എത്തിയിരിക്കുന്നത് പേരെഴുന്നൂർ എന്ന സ്ഥലത്താണ്. ഗുരുദേവോത്സവൻ്റെ പേര് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒളിപ്പിച്ചെടുത്ത സ്ഥലമായതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് അങ്ങനെ പേര് വന്നതെന്ന് അറിഞ്ഞത്. ഹൈദരാബാദിലൊപ്പം വന്നതുകൊണ്ട് ഇങ്ങനെയുള്ള അമ്പലങ്ങളെല്ലാം കാണാൻ സാധിക്കും. അത് വളരെയധികം ഭാഗ്യമായിട്ട് കരുതുന്നു. ഗുരുവായൂരിൻ്റെ ആധ്യാത്മിക യാത്രയിൽ ഞങ്ങൾ പങ്കെടുത്തു. ദിവ്യചേതനകൾ പലതും കണ്ടു. വളരെ നല്ല അനുഭവമായിരുന്നു. നമുക്ക് ഇതുവരെ ഇല്ലാത്ത പോലെ മൂർത്തികളെയൊക്കെ അലങ്കരിച്ച് മുത്തുകൊണ്ടും പഴം കൊണ്ടും അലങ്കരിച്ചിട്ടുള്ള മനസ്സിന് ഒരിക്കലും മാഞ്ഞു പോകാത്ത രീതിയിലുള്ള അലങ്കാരങ്ങളൊക്കെ ചെയ്തിട്ടുള്ള മൂർത്തികളായിരുന്നു. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം എത്താൻ സാധ്യതയുള്ള ഒരു അനുഭവം ആണ് അതെന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. വളരെ നല്ല യാത്രയായിരുന്നു. എല്ലാവരും സഹകരിച്ചു. ഹൈദരാബാദിൻ്റെ ഒരു ആധ്യാത്മിക യാത്രയിൽ വന്നതാണ് ഞാൻ. അംബികാദേവി ഗുരുവായൂരിൽ നിന്നാണ് വരുന്നത്. താമസം ഗുരുവായൂർ തന്നെയാണ്. പിന്നെ നല്ലൊരു യാത്രയായിരുന്നു. ഒരു ആൾക്കാർ കൂടുതലുണ്ട്, അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്, ഇല്ലെന്നില്ല. പക്ഷേ ബസ്സായതുകൊണ്ട് ബസ് എല്ലായിടത്തും എല്ലാ പോയിന്റിലും എത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് ദൂരം നിർത്തിയിട്ട് അപ്പോൾ കുറച്ച് നടക്കേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷേ താമസവും ഭക്ഷണമാണെങ്കിൽ എല്ലാം ഇസ്കോൺകാരുടെ ആയിരുന്നു. അത് വളരെ നല്ല ഹൈജീനിക്കായിട്ടുള്ള ഫുഡാണ്, ടേസ്റ്റിയും ആയിരുന്നു. പിന്നെ ഓരോ കോവിലിൽ പോകുമ്പോഴത്തേക്കും അതിന് മുന്നോടിയായിട്ട് സ്വാമിജിയുടെ ഒരു പ്രഭാഷണം കാണും. അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റിയുള്ള വിശദ വിവരങ്ങൾ അറിഞ്ഞിട്ട് പോയി തൊഴുന്നതുകൊണ്ട് നല്ലൊരു അനുഭവമായിരുന്നു. എല്ലാം കൊണ്ടും യാത്ര വളരെ സൗകര്യമാണ്. കുറച്ച് നടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, എല്ലാത്തിനും കുറച്ച് ബുദ്ധിമുട്ടുകൾ കാണുമല്ലോ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇനിയും തുടർന്ന് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാവരും കൂടെ എന്നെ പ്രോത്സാഹിപ്പിച്ച് പോകാൻ പറഞ്ഞിട്ട്, അങ്ങനെ എൻ്റെ കസിനാണ് സോജ. അപ്പം അത് അനുസരിച്ച് വന്നു. ഇനിയും ദൈവാനുഗ്രഹിച്ചിട്ട് ഇങ്ങനൊരു ചാൻസ് എനിക്ക് കിട്ടാൻ. എല്ലാതും അല്ലാതെ എനിക്ക് കാലോട് ഒക്കെ വേദന എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് ആ വേദന ഒന്നും ഞാൻ കൊണ്ടില്ല. എനിക്ക് ഒരു സന്തോഷമായിട്ടുള്ള ഒരു ഹാപ്പിയാണ് ഞാൻ ഇവിടെ നടന്നത്. ഹാപ്പി ജേണി ആയിരുന്നു. പൈതൃകത്തിൻ്റെ കൂടെ ആദ്യമുള്ള യാത്രയാണ് എൻ്റെത്. അപ്പോൾ ഇനിയും ഇത് ഉണ്ടാവട്ടെ. ഞങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇനിയും വരും. ഞാൻ
ഉപകരണങ്ങളാണ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഗുരുവായൂർ കൂടെ യാത്ര ചെയ്യുന്നത്. ഞങ്ങളെ യാത്ര തുടങ്ങിയത് ശ്രീരംഗം മുതലാണ്. അപ്പോൾ അവിടെ പ്രഭുജി ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അപ്പോൾ അവിടെ നിന്ന് കുറേ കഥകൾ, ഞങ്ങൾക്ക് അറിയാത്ത കുറേ കഥകൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ തൊഴുമ്പോൾ തന്നെ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമായിരുന്നു. നല്ലൊരു ഭഗവാന്റെ കഥകളൊക്കെ കേട്ടിട്ടാണ് ഞങ്ങൾ തൊഴാൻ ഓരോ വിദേശങ്ങളും തൊഴാൻ ഞങ്ങൾ പോരുന്നത്. അപ്പോൾ തഞ്ചാവൂർ, പിന്നെ അവിടുന്ന് ഞങ്ങൾ കുംഭകോണം പോയി, പിന്നെ അവിടുന്ന് ഞങ്ങളിപ്പോൾ ചിദംബരം എത്തി. ചിദംബരം അവസാനം ദർശനം പറയുമ്പോൾ പറഞ്ഞ അവസാനം ഇത് ഭയങ്കര സന്തോഷമായിരുന്നു. വെച്ചാൽ തിക്കൊക്കെ ആകെ തിരക്കൊക്കെ ആണെങ്കിലും ആ ഒരു അവസാനമാകണം നമുക്ക് ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തൻ്റെ മുന്നിൽ നിന്ന് തൊഴാൻ പറ്റിയത് തന്നെ ഭയങ്കര ഭാഗ്യമായിട്ട് കരുതുന്നു. ആരോഗ്യമൊക്കെ നല്ല രസമായിട്ട് നന്നായി കാണാൻ പറ്റി. അതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം. നന്നായിട്ട് തൊഴാൻ പറ്റി, എല്ലാവരും നന്നായി തൊഴാൻ പറ്റി. കുറേ കഥകൾ അറിഞ്ഞു. അപ്പോൾ ഇനിയും ഇങ്ങനെ യാത്രയൊക്കെ പോകാൻ എനിക്ക് സാധിക്കട്ടെ, ഭഗവാന്റെ അനുഗ്രഹം. ഒരു 3-4 ദിവസമായിട്ട് ഒരു പൈതൃക ഗ്രൂപ്പിൻ്റെ ആധ്യാത്മിക യാത്രയിൽ ഇന്നത്തെ അവസാനത്തെ ദിവസമാണ്. ഇന്നത്തെ ആദ്യം ഞങ്ങൾ ശ്രീരംഗം, അതേപോലെ തന്നെ കുംഭകോണം, അവസാനമായിട്ട് നമ്മൾ ചിദംബരത്ത് പോയി ഇന്ന് വൈകുന്നേരം നാട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഞങ്ങളുടെ യാത്രയിൽ യാതൊരു തരത്തിലുള്ള വിഷമങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ദൈവം നമ്മളെ കാത്തിരക്ഷിച്ചു. അതുപോലെ തന്നെ അവരുടെ അതായത് പൈതൃക ഗ്രൂപ്പിൻ്റെ ഈ കൃത്യനിഷ്ഠയോടെയുള്ള പ്രവർത്തനം ഞങ്ങളെ വളരെയധികം സന്തോഷവതിയാക്കി. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഈ യാത്രയിൽ തുടരാൻ ആഗ്രഹിക്കുന്നു. ഇത് എൻ്റെ 4ാമത്തെ യാത്രയാണ്. അപ്പോൾ കഴിയുന്നതും ആൾക്കാരെ ഇവരുടെ കൂടെ പോയി ഇവരുടെ ഉദ്യമത്തെ വിജയിപ്പിക്കാൻ ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. യാത്ര കുഴപ്പമില്ലായിരുന്നില്ല, നന്നായിരുന്നു. പൈതൃകത്തിൻ്റെ കൂടെ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ വളരെ കംഫർട്ടബിളാണ്, നല്ല ഇഷ്ടമാണ്. ഞാൻ 4ാമത്തെ പ്രാവശ്യപ്പറ്റി പോണത്. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ